കുഞ്ഞിച്ചി എന്നോട് ക്ഷമിക്കണേ. ഇതെല്ലാം കുഞ്ഞിച്ചി നിന്ന് ചെയ്യേണ്ടതാ. എന്നെയാണ് എല്ലാവരും കൂടി അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ ചെയ്ത എങ്ങനെ ഫലം കിട്ടാന്? പപ്പിയെ പ്രസവിച്ചത് കുഞ്ഞിച്ചിയല്ലേ? ഈശ്വര, എനിക്കിതാരോടും പറയാനും പറ്റുന്നില്ലല്ലോ. എന്തൊരു പരീക്ഷണമാ ഭഗവാനെ ഇത്. ഹോമത്തിന് മുമ്പ് എന്നെ വിളിക്കുക. ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഞാൻ ഒരു ചാർത്ത് തന്നുവിടാ. ഹോമം ഉടനെ നടത്തണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ശിവൻ കേൾക്കാതിരിക്കില്ല. മഹാദേവൻ രക്ഷിക്കട്ടെ. കുഞ്ഞിച്ചി, ഇതെങ്ങനെയാ കുഞ്ഞിച്ചി? കുഞ്ഞിച്ചിക്ക് ഹോമത്തിൽ പങ്കെടുക്കാൻ പറ്റുക? പങ്കെടുത്തില്ലെങ്കിൽ നമ്മുടെ പപ്പി മോള്, എനിക്കത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. എന്നെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കും. അതെപ്പോഴും ഇല്ലല്ലോ. അത് കുഴപ്പമില്ല, എഴുതാവുന്നതാ. വേറെന്തൊക്കെയാ ചോദിച്ചിരിക്കുന്നേ? അമ്മയുടെ രൂപഭാവങ്ങള്, അമ്മ ഉപയോഗിക്കുന്ന പൊട്ട്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളറ്, അമ്മയുടെ ഹോബി, അങ്ങനെ എല്ലാം എഴുതണം. ഇതെന്താ ഇത്? PSC പരീക്ഷയ്ക്ക് പോലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ടല്ലോ. പക്ഷെ ഞങ്ങൾക്ക് എഴുതണം. ഇത് പിന്നെ എങ്ങനെ എഴുതി ഉണ്ടാക്കാം? അമ്മ എന്റെ മുന്നിലിരിക്കുകയല്ലേ. പക്ഷെ അടുത്തത് എഴുതാൻ അമ്മ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അതെന്താ? അടുത്ത് എഴുതുന്നത് അച്ഛനെ കുറിച്ചാ. അച്ഛനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അച്ഛൻ എങ്ങനെയാ അമ്മ ഇരുന്നിരുന്നത്? നല്ല ഉയരമുള്ള ആളായിരുന്നോ? അത് പിന്നെ ഉയരമുണ്ടോന്ന് ചോദിച്ചാ, ഇതെങ്ങനെയാ സത്യയുടെ വിഷ്ണുവേട്ടന്റെ അത്രയും പൊക്കം വരുമെന്ന് പറയുന്നത്? അവക്ക് വല്ല സംശയം തോന്നിയാലോ? പറ അമ്മേ, എന്റെ വിഷ്ണു അച്ഛന് എത്രയും പൊക്കം വരുമോ? മോളും വിഷ്ണു അച്ഛനെന്നാണോ വിളിക്കുന്നത്? പിന്നെ അല്ലാതെ, എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഓടി ജയിച്ച ആളല്ലേ. അപ്പൊ ഞാനും അങ്ങനെയല്ലേ വിളിക്കേണ്ടത്? പറ അമ്മേ, വിഷ്ണു അച്ഛന് എത്രയും പൊക്കം വരുമോ? വരുമെങ്കിൽ വിഷ്ണു അച്ഛനെ വിളിച്ച് ചോദിക്കാനാ എത്ര പൊക്കം ഉണ്ടെന്ന്. എന്നിട്ട് അതങ്ങ് എഴുതിയാ പോരെ? അമ്മ ഫോണിങ്ങന്നേ, ഞാൻ വിളിച്ച് ചോദിക്കാം. ഏയ്, അതൊന്നും വേണ്ട. ഒരു 160 സെന്റിമീറ്റർ. അപ്പൊ കളറോ? പറയമ്മേ, കളറോ? എന്റെ സത്യം, നീ ഒന്ന് ചുമ്മാതിരിക്കെ. ഏകദേശ രൂപം മനസ്സ് കണ്ട് നീ അങ്ങ് എഴുത്. അല്ലാതെ ഞാനിപ്പോ എന്ത് പറയാനാ? അപ്പ അച്ഛനെ അമ്മയും കണ്ടിട്ടില്ലേ? ഞാൻ ചോദിച്ച അമ്മ കേട്ടില്ലേ? അച്ഛനെ അമ്മയും കണ്ടിട്ടില്ലേ എന്ന്. ഈശ്വര, ഇവള് ചോദിക്കുന്നതിന് ഞാൻ എങ്ങനെയാ മറുപടി പറയാ? അറിയില്ലെന്ന് പറഞ്ഞു ഒഴിയാനും പറ്റില്ലല്ലോ. പറയമ്മേ, എനിക്കിത് നാളെ ടീച്ചറിനെ കാണിക്കാനുള്ളതാ. മോളെ, അച്ഛൻ ജോലിക്കായി പോയതിനു ശേഷം അമ്മയും കുറെ നാളായിട്ട് അച്ഛനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എങ്ങനെയിരിക്കുന്നു ചോദിച്ചാ പറയാൻ ബുദ്ധിമുട്ടാ. എന്നാ അമ്മ കാണുമ്പോ അച്ഛൻ എങ്ങനെ ഇരുന്നത്? ഞാൻ കണ്ടിട്ടുള്ള ആരെങ്കിലും പോലെയാണോ? ഇപ്പൊ ഞാൻ ആരെ പറയാ? വിഷ്ണു അച്ഛനെ പോലെയാണോ? പൊക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അമ്മ പറഞ്ഞില്ലേ വിഷ്ണു അച്ഛന് അത്രയും പൊക്കം കാണുമെന്ന്. രൂപം അങ്ങനെയാണെങ്കിൽ ഞാൻ വിഷ്ണു അച്ഛനെ കണ്ടെങ്കിൽ എഴുതിക്കോളാം. എന്താ, എഴുതിക്കോട്ടെ?
കൂട്ടുകാരെ പോലെയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ അച്ഛൻ സാധിച്ചു തരും. ഞാൻ എൻ്റെ അച്ഛനെ വിളിക്കുന്ന ബിഗ് ഫ്രണ്ട് എന്നാണ്. ഇത്രയും പോരെ അമ്മേ? അയ്യോ അത് വേണ്ട. അങ്ങനെ ഞാൻ വിളിക്കുന്നത് വിഷ്ണു അച്ഛനെ അല്ലേ, അച്ഛനെ അല്ലല്ലോ. ബാക്കി എഴുതാം. എൻ്റെ അച്ഛന് എന്നെ വളരെ ഇഷ്ടമാണ്. അച്ഛനും ഞാനും കൂട്ടുകാരെ പോലെയാണ്. സത്യമോക്ക് ഓരോ ദിവസം കഴിയും തോറും അവളുടെ അച്ഛനെക്കുറിച്ചുള്ള സംശയങ്ങൾ കൂടിക്കൂടി വരിക. പല ചോദ്യങ്ങളിൽ നിന്നും മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നടക്കാനേ പറ്റുന്നുള്ളൂ. അടുത്തു വന്ന് നിൽക്കുമ്പോൾ എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നെന്നുള്ള ചിന്തയാ മനസ്സ് മുഴുവനും. അതിനി എത്ര നാളിങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കാൻ പറ്റും? അവള് വലുതായി വരിക, അവളുടെ സംശയങ്ങൾക്കും വളർച്ചയുണ്ടാവും. ഒടുവിൽ അവള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിനക്ക് ഉത്തരവില്ലാതെ ആവും. പിന്നെ പറയുന്നതൊന്നും അവളോട്ട് വിശ്വസിക്കുകയില്ല. എല്ലാവരുടെയും നന്മ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ അത് അവളുടെ ചോദ്യത്തിനുള്ള മറുപടി ആവില്ലല്ലോ മോളെ. നീ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോകുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ, കാര്യമായിട്ട് പറഞ്ഞതാണോ? അത് പിന്നെ ആഗ്രഹിച്ചെടുത്ത തീരുമാനമൊന്നും അല്ലല്ലോ. സത്യാമ്മയിൽ നിന്നൊന്ന് മാറി നിൽക്കാം, അതേ ആഗ്രഹിച്ചുള്ളൂ. എല്ലാ ഈശ്വരനോട് പറയല്ലാതെ മറ്റെന്ത് വഴി? ഒരു ഭാഗത്ത് നിന്റെ സങ്കടം, മറ്റൊരു ഭാഗത്ത് അച്ഛനെ കാത്തിരിക്കുന്ന സത്യം. എല്ലാം കാണാനും സങ്കടപ്പെടാനും ഞാൻ. ഒന്നോർത്താ നീ പറയുന്നത് തന്നെയാ ശരി. ഒരു തീരുമാനവും ആവാതെ ഇങ്ങനെ പോകുന്നതിനേക്കാൾ നല്ലത് എല്ലാം വിറ്റുപറക്കി എങ്ങോട്ടെങ്കിലും പോകുന്നത് തന്നെയാ. ഓ, പിന്നെ ഓർക്കും ഓടി ഒളിക്കാനും വേണം ഒരു യോഗം. അതിന് കഴിയാത്തവർക്ക് കണ്ണീര് തന്നെയാ ശരണം. അമ്മേ, അച്ഛനൊരു ഫോട്ടോ കിട്ടോ? പഴയതായാലും മതി. അമ്മയുടെ കയ്യിൽ ഇല്ലല്ലോ മോളെ. ഷോ, കഷ്ടമായിപ്പോയി. എന്നാ പോട്ടെ, അച്ഛൻ എന്ന് വരും? അതെങ്കിലും പറയാൻ പറ്റുമോ മോളെ? അതിപ്പോ അതെ മോളെ, അത് പിന്നെ അച്ഛൻ ഒരിടത്തെ കോൺട്രാക്ട് വർക്ക് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുക. അച്ഛന്റെ കീഴിൽ ഒരുപാട് പണിക്കാരുമുണ്ട്. അച്ഛനതെല്ലാം ഇട്ടെറിഞ്ഞിങ്ങി വന്ന അവരുടെ എല്ലാം പണി പോവൂലേ? അതൊന്നും അല്ല, എന്നെ ഇഷ്ടമല്ല അച്ഛന്. എന്നെ അച്ഛനെ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തൊക്കെ ജോലി തിരക്കുണ്ടെങ്കിലും ഒരിക്കലെങ്കിലും എന്നെ കാണാൻ വരൂലായിരുന്നോ? എല്ലാ കുട്ടികൾക്കും എന്തൊക്കെ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചോണ്ടാ അച്ഛന്മാര് വരുന്നേന്നറിയോ? അതൊക്കെ പറയുന്ന കേൾക്കുമ്പോ തന്നെ സങ്കടാവും. എന്തിനാ സങ്കടപ്പെടുന്നത്? സത്യമോക്ക് വേണ്ടി കാശുണ്ടാക്കാനല്ലേ അച്ഛൻ പോയിരിക്കുന്നത്. എനിക്കെന്തിനാ കാശ്? എനിക്ക് കാശൊന്നും വേണ്ട. എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടാ മാത്രം മതി. മോളെ, ശാരദാമ്മ പറഞ്ഞത് മോള് കേട്ടതല്ലേ? അവിടുത്തെ പണി തീർന്നു കഴിഞ്ഞാൽ എന്റെ മോളുടെ അച്ഛൻ ഇങ്ങ് വരും. തീയതി പറയാവോ? എനിക്കെന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവരെ വിളിച്ച് എനിക്കെന്റെ അച്ഛനെ കാണിക്കാലോ. അതെ, നീ കേട്ടല്ലോ സത്യമോള് പറഞ്ഞത്. ഇനി വിളിക്കുമ്പോ വരുന്ന ദിവസം കൃത്യമായിട്ട് പറയണോന്ന് പറയണം.
അന്ന് സത്യമോളുടെ കൂട്ടുകാരെയൊക്കെ നമുക്ക് വീട്ടിലോട്ട് വിളിക്കുകയും വേണം, അല്ലേ? ശ്യാമയാണല്ലോ. ശ്യാമേ. ഹലോ കുഞ്ഞേച്ചി. ശ്യാമേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് കുഞ്ഞേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ പറ. കുഞ്ഞേച്ചി, ഇത് ഫോണിൽ സംസാരിക്കാൻ പറ്റിയ കാര്യമല്ല. എനിക്ക് കുഞ്ഞേച്ചിയെ നേരിട്ട് കാണണം. കുഞ്ഞേച്ചിക്ക് എവിടെ വരാൻ പറ്റും? ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും വരാം. നിനക്ക് വരാൻ പറ്റുന്ന സ്ഥലം പറ. അത് പപ്പിയുടെ സ്കൂളിനടുത്ത് വന്നാൽ മതി. ഞാൻ അങ്ങോട്ട് വരാം. ശരി, ഞാനൊരു അരമണിക്കൂറിനകത്ത് വരാം. ശരി കുഞ്ഞേച്ചി. എന്താടി? അത് അമ്മ അച്ഛൻ വരുന്ന ദിവസം കാര്യം പറയട്ടെ. എന്തായിരിക്കും ശ്യാമയ്ക്ക് പറയാനുള്ളത്? എന്താ ശ്യാമേ, എന്താ ഉണ്ടായേ? കുഞ്ഞേച്ചി, നമ്മൾ ഒരാളെ അറിയിക്കാതെ വച്ചിരുന്ന രഹസ്യങ്ങളൊക്കെ പുറത്ത് പറയേണ്ട സമയമായെന്ന് തോന്നുന്നു. ഇത് നമ്മൾ എത്രത്തോളം ഒളിപ്പിക്കുന്നുവോ അത്രത്തോളം എന്റെ കുഞ്ഞേച്ചിക്ക് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം എന്റെ കുഞ്ഞേച്ചിക്ക് നഷ്ടപ്പെടുകയാണ്. ഇതിന് ഞാനും ഒരു കാരണക്കാരിയാണല്ലോ എന്നുള്ള കുറ്റബോധം എന്നെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുക. കുഞ്ഞേച്ചി, നമുക്കിത് അവസാനിപ്പിക്കാം. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി മനസ്സിലിട്ട് ചിന്തിച്ച് ഞാൻ ഇല്ലാണ്ടാവും. ശ്യാമേ, എല്ലാം പറയാം. എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന ദുരന്തത്തിന്റെ കാഠിന്യം എത്രത്തോളാണെന്ന് നിനക്കോ എനിക്കോ ചിന്തിക്കാനാവില്ല. കുഞ്ഞിച്ചി, പക്ഷെ വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പപ്പി മോളെയും അവളുടെ അമ്മയെ കുറിച്ചാകുമ്പോ അത് പറയാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ. ശ്യാമേ, അവളുടെ അമ്മ നീ തന്നെയാ. ഇനിയും അങ്ങനെ തന്നെ ആവണം. ഞാൻ പ്രസവിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവളെ വളർത്തിയതും സംരക്ഷിച്ചതും എല്ലാം നീ തന്നെയല്ലേ. ഞാൻ അവളെ നിന്റെ കയ്യിൽ തന്നതും പൂർണ്ണ മനസ്സോടെയല്ലേ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നേ? എന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി കുഞ്ഞേച്ചി സ്വയം ഉരുകിത്തീരുകയാണെന്ന് എനിക്കറിയാം. ഇതെല്ലാം എനിക്ക് വേണ്ടിയാ കുഞ്ഞേച്ചി ചെയ്യുന്നേ. പക്ഷേ യഥാർത്ഥ സത്യം അതിപ്പോ പപ്പിയുടെ ജീവിതത്തിന് ആവശ്യമായിട്ട് വന്നിരിക്കുക. അതിന് പോറ്റമ്മയല്ല വേണ്ടേ, പെറ്റമ്മ തന്നെയാ. ശ്യാമേ, നീ എന്തൊക്കെയാ പറയുന്നേ? നീ എന്താ ഉദ്ദേശിച്ചു വരുന്നേ? തുടരെ പപ്പിമോൾക്കുണ്ടാകുന്ന അപകടങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി വീട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം ഒന്ന് നോക്കാൻ വേണ്ടിയാ ജോൾസിനെ വിളിച്ചു വരുത്തിയത്. അപ്പോ ആദ്യം നോക്കിയത് പപ്പിമോളുടെ ജാതകമാ. ജാതകവശാൽ പപ്പിമോൾക്ക് ഇപ്പൊ കഷ്ടകാലമാ. അത് മാറണമെങ്കിൽ ഒരു ഹോമം ചെയ്യണമെന്നാ പറയുന്നേ. പക്ഷെ അത് ചെയ്യേണ്ടത് പപ്പിയുടെ അമ്മയായിരിക്കണം. എന്നാലേ പപ്പിമോളുടെ ദോഷങ്ങൾ മാറും. പപ്പിമോളുടെ രക്ഷയ്ക്കായി നടത്തുന്ന ഈ ഹോമം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തുന്നത് ശരിയാണോ? അങ്ങനെ ഒരു കളവ് കാണിച്ച് നടത്തേണ്ട കർമ്മമാണോ അത്? അമ്മ എപ്പോഴും അമ്മ തന്നെയാ. വണ്ടി നിർത്തിക്കേ. അമ്മയായിട്ട് പലർക്കും വേഷം കെട്ടാം. നൊന്ത് പ്രസവിക്കുമ്പോ കിട്ടുന്ന ഒരു അവകാശം ഉണ്ടല്ലോ. പൊക്കിൾ കൊടിയിൽ നിന്നുണ്ടാവുന്ന ആ ബന്ധം, അതിനെ അറുത്തുമുറിച്ച് കളയാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല. കുഞ്ഞേച്ചി, അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. കുഞ്ഞേച്ചിയാ പപ്പിയുടെ അമ്മയെന്ന് തുറന്നു പറയാൻ സമയമായിന്ന്.
ഹോമം നടക്കുന്ന സ്ഥലത്ത് ഞാൻ വന്നാ പോരെ ശ്യാമേ? മനസ്സുകൊണ്ട് ആ കർമ്മം ഏറ്റെടുത്ത് ചെയ്താ പോരെ? മറിച്ച് സത്യങ്ങൾ അറിഞ്ഞ് ചിന്ന ഭിന്നാവാൻ പോകുന്നത് ഒരുപാട് ജീവിതങ്ങളാ ശ്യാമേ. സത്യം പറഞ്ഞില്ലെങ്കിൽ പപ്പിയുടെ ജീവൻ അപകടത്തിലാവുന്ന. പപ്പിക്ക് വേണ്ടിയുള്ള പൂജകൾ ഞാൻ ചെയ്താ പോരെ? കുഞ്ഞിച്ചി, സത്യം അതിനൊന്നും സമ്മതിക്കില്ല. സത്യം തുറന്നു പറയുന്നത് തന്നെയാ നല്ലത്. ഞാൻ കുഞ്ഞിച്ചിയെ ചതിക്കുമല്ലേന്ന് ഞാൻ എന്നോട് തന്നെ പലവട്ടം ചോദിച്ചു കഴിഞ്ഞു. അതിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടണം. ക്ഷമേ, നിനക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടെ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇത് എന്നിലൂടെ ആരും പുറത്തറിയില്ല. അതെന്റെ അനുജത്തിക്ക് വേണ്ടി എന്നോട് തന്നെ ഞാൻ പറഞ്ഞ വാക്ക്. അത് ഞാനായിട്ട് തെറ്റിക്കില്ല. പകരം സത്യാമ്മ അറിയാതെ ഞാൻ ഈ ഹോമത്തിൽ പങ്കുകൊണ്ടുള്ള. എനിക്ക് പപ്പിമോളെ പോലെ തന്നെയാ നീയും. നിനക്കൊരാപത്ത് വരാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിക്കൂ? ധൈര്യമായിട്ടിരിക്കെ, ഹോമത്തിൽ ഞാൻ പങ്കുകൊണ്ടോളാം. ശാലിനി, നിന്റെ കണക്കുകൂട്ടലുകൾ ഇനി മുതൽ തെറ്റിത്തുടങ്ങും. കാരണം എതിർസ്ഥാനത്ത് നിൽക്കുന്നത് സുസ്മിതയാ. ഒരുപാട് ആത്മവിശ്വാസമുള്ള വിജയചരിത്രം മാത്രമുള്ള സുസ്മിത. അതുകൊണ്ട് തന്നെ ഇനി നിന്റെ പതനമാ ഭൂമിക്കടിയിലേക്കുള്ള എന്നേക്കുമായുള്ള പതനം. ഈ പത്മിനി ഇവളാ പത്മിനി. ആ, ഇവൾക്ക് വേണ്ടിയാ നടത്തുന്നത്. എല്ലാം ഈശ്വരന് വേണ്ടിയാണെന്ന് പറയൂ. പിന്നീടുള്ള വരുംവരാഴികൾ തീരുമാനിക്കുമ്പോൾ ആ അവകാശവും അതെല്ലാം ആ ചൈതന്യത്തിൽ നിക്ഷിപ്തമാണല്ലോ. പ്രാർത്ഥിച്ചോളൂ മോളെ, മനമുരുകി പ്രാർത്ഥിച്ചോളൂ. ഈ പുഷ്പങ്ങൾ കയ്യിൽ വയ്ക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരിതളെടുത്ത് പ്രാർത്ഥിച്ച് ശിരസിൽ വയ്ക്കുക. തൊഴുതു പിടിച്ച് പ്രദക്ഷിണം ചെയ്തു വരിക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആർക്കു വേണ്ടിയാണോ ആയുഷ് ഹോമം നടത്തുന്നത് അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും കിട്ടാൻ പ്രാർത്ഥിക്കുക. ഹോമകുണ്ടത്തിലേക്ക് ആ പുഷ്പങ്ങൾ അർപ്പിച്ച ശേഷം മാത്രമാണ് പ്രദക്ഷിണത്തിനായി പോകേണ്ടത്. കുട്ടിയുടെ അമ്മ ശ്യാമേ, ചെല്ല്. ദാ ഇവളാ. ആ, ഇതിൽ അമ്മയുടെ പ്രാർത്ഥനയ്ക്കാണ് മുഖ്യ സ്ഥാനം. മക്കൾക്ക് വേണ്ടി അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ഏത് ഭഗവാനാണത് കേൾക്കാതിരിക്കുക? ഒരു കുട്ടിക്ക് ജന്മം നൽകുക എന്നതുപോലെ തന്നെയാണ് ആ കുഞ്ഞിന്റെ ആയുസ് നിലനിർത്തുക എന്നത്. അതിന് മാതാവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ച് പ്രദക്ഷിണം ചെയ്തു വരിക. മോള് നന്നായി പ്രാർത്ഥിച്ചേ. ഭഗവാനെ, അമ്മയുടെ സ്ഥാനം മാത്രം എനിക്ക്. എന്റെ പപ്പിമോളെ കാത്തോണേ.
ഹായ് ബിഗ് ഫ്രണ്ട്. ഹായ് സത്യ. ഹായ് പപ്പി. വാസത്തെ നമുക്ക് അവിടെയെല്ലാം പോയി തൊഴുതിട്ട് വരാം. വാ. അതെ, ദൂരേക്കെങ്ങും പോയേക്കല്ലേ. ഹോമം നടക്കുമ്പോ രണ്ടുപേരും അവിടെ ഉണ്ടായിരിക്കണം. ശരി അമ്മേ. വിഷ്ണു, ഇതൊരു ക്ഷേത്ര. ഇവിടെ ചില മര്യാദകളൊക്കെ ഉണ്ട്. അതിവിടെ വരുന്നവരൊക്കെ അത് ആരായാലും പാലിക്കേണ്ടതാ. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? പലതും ഉണ്ടാകാതിരിക്കാനാ ഞാനിപ്പോ അത് പറഞ്ഞത്. അമ്മയെ കൂടി കൊണ്ടുവരായിരുന്നില്ല കുഞ്ഞേച്ചി? അവരിവിടെ കല്യാണം നടക്കുന്നില്ലല്ലോ, കുടുംബത്തെ മുഴുവൻ വിളിച്ചു വരുത്താനായിട്ട്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇത് പപ്പിമോളുടെ പേരിൽ നടത്തുന്ന ഹോമമല്ലേ? അതിൽ പങ്കെടുക്കാനുള്ള അവകാശം ശ്യാമയുടെ വീട്ടുകാർക്കുള്ളതല്ലേ?